നമസ്കാരം. വോൾസ് ഇലക്ട്രോണിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പുതുതായി ഞാൻ ഡിസൈൻ ചെയ്തെടുത്ത ഒരു ക്ലാസ് AB ആംപ്ലിഫയറിൻ്റെ വർക്കിങ്ങും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. ഇതാണ് നമ്മൾ പുതുതായി ഡിസൈൻ ചെയ്തെടുത്ത 100 വാട്ട്സ് സ്റ്റീരിയോ ആംപ്ലിഫയർ ബോർഡ്. ഇത് ക്ലാസ് ഓഫ് എക്സിലാണ് ഡിസൈൻ ചെയ്തെടുത്തേക്കുന്നത്. നല്ലൊരു ഔട്ട്പുട്ട് ക്വാളിറ്റിയുള്ള ഒരു ആംപ്ലിഫയറാണിത്. ഹൈ ഫിഡിലിറ്റി ആംപ്ലിഫയറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന സിഗ്നൽ അതേപോലെ തന്നെ ഒരു മ്യൂസിക്കിൻ്റെ നഷ്ടമില്ലാതെ ഔട്ട്പുട്ട് നമുക്ക് ക്ലാരിറ്റിയോടുകൂടി നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നതാണിത്. ക്ലാസ് AB ആംപ്ലിഫയറുകളും ഹൈ ഫിഡിലിറ്റി ആംപ്ലിഫയർ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഹൈ ഫിഡിലിറ്റി ആംപ്ലിഫയറിൽ അഡീഷണൽ 1-2 ചെറിയ സർക്യൂട്ടും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് അതിൻ്റെ ആ ക്വാളിറ്റി ഔട്ട്പുട്ട് നമുക്ക് തരുന്നത്. സാധാ AB ആംപ്ലിഫയറുകളിൽ ഡിഫറൻഷ്യൽ സ്റ്റേജ് മുതൽ ഡ്രൈവർ സെക്ഷൻ വരെ 6-7 ട്രാൻസിസ്റ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഹൈ ഫിഡിലിറ്റി ആംപ്ലിഫയറിലാകുമ്പോൾ സ്റ്റേജ് മുതൽ ഡ്രൈവർ സെക്ഷൻ വരെ 8-10 ട്രാൻസിസ്റ്റർ ഉണ്ടാവും. സാധാ ക്ലാസ് AB ആംപ്ലിഫയറിൽ നിന്നും ഹൈ ഫിഡിലിറ്റി ആംപ്ലിഫയറിനെ വ്യത്യസ്തമാക്കി നിർത്തുന്നത് 2 ചെറിയ സർക്യൂട്ട് ഭാഗങ്ങളാണ്. ഒന്ന് മിറർ സപ്പോർട്ട് സ്റ്റേജും 2 ബയാസിക് ഡ്രൈവർ സപ്പോർട്ടും കൂടെ. ഈ സർക്യൂട്ടുകൾ എന്തൊക്കെയാണ് നമ്മൾ ആംപ്ലിഫയറിന് വേണ്ടി ഇത്രയും ക്ലാരിറ്റി തരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഉപയോഗിക്കുന്ന ആംപ്ലിഫയർ ബോർഡിൽ അല്ലെങ്കിൽ ഹൈ ഫിഡിലിറ്റി ആംപ്ലിഫയർ ബോർഡിൽ ഇൻപുട്ട് സെക്ഷനിൽ ഡിഫറൻഷ്യൽ സ്റ്റേജിൽ കറണ്ടിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി, അതായത് കുറച്ചുകൂടെ എഫിഷ്യൻസി ആയിട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടി മിറർ സർക്യൂട്ട് ഉപയോഗിക്കുന്നു. അത്തരത്തിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് സിഗ്നൽ നല്ലപോലെ ഡിസ്ട്രോക്ഷൻ കുറയുകയും ഗെയിൻ കൂടുതൽ സ്റ്റേബിൾ ആകുകയും ചെയ്യും. ഡിഫറൻഷ്യൽ സ്റ്റേജിൽ എപ്പോഴും ഗെയിൻ സ്റ്റേബിൾ ആയതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നലിന് ഒരു കുറവും സംഭവിക്കാതെ തന്നെ അടുത്ത് VAS സ്റ്റേജിലോട്ട് കൈമാറ്റം ചെയ്യപ്പെടും. അവിടെ നിന്നാണ് ഹൈ വോൾട്ടേജ് സിഗ്നലായിട്ട് മാറ്റിയിട്ട് ഡ്രൈവർ സെക്ഷനിലോട്ട് കൊടുക്കുന്നത്. ഈ ഡ്രൈവർ സെക്ഷനിൽ വരുമ്പോഴാണ് അഡീഷണൽ ഒരു ചെറിയ സർക്യൂട്ട് കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബയാസിക് ഡ്രൈവർ സപ്പോർട്ട് എന്ന് പറഞ്ഞ് ചെറിയൊരു സർക്യൂട്ട് കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സർക്യൂട്ട് ഹൈ ഫിഡിലിറ്റി ആംപ്ലിഫയറുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ബയാസിക് ഡ്രൈവർ സപ്പോർട്ട് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഡ്രൈവർ സെക്ഷനിലേക്കുള്ള ബയാസിക് കറണ്ട് എപ്പോഴും സ്റ്റേബിളായി നിർത്തുന്നു. ഡ്രൈവർ സെക്ഷനും മെയിൻ ട്രാൻസിസ്റ്റർ സെക്ഷനുമായിട്ടുള്ള കോൺടാക്ട് എപ്പോഴും ഒരേ രീതിയിലായിരിക്കും. അപ്പോൾ ക്ലാസ് AB ഓപ്പറേഷൻ എന്ന് പറയുന്നത് സ്മൂത്ത് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഔട്ട്പുട്ട് ട്രാൻസിസ്റ്ററിന്റെ ഓൺ ഓഫ് സ്വിച്ചിങ് എന്ന് പറയുന്നത് സ്മൂത്ത് ആയിട്ട് നടക്കും. ഈ സർക്യൂട്ടിൽ കറക്റ്റ് അല്ലാത്തത് വരുന്ന സർക്യൂട്ടുകളിലാണ് നമ്മൾ ആംപ്ലിഫയർ ഓൺ ചെയ്യുന്ന സമയത്ത്, അതായത് സ്പീക്കർ പ്രൊട്ടക്ഷൻ ഒന്നും വയ്ക്കാതെ അല്ലെങ്കിൽ ഡിലേ ഒന്നും വയ്ക്കാതെ ഇരിക്കുമ്പോൾ ഓൺ ചെയ്യുന്ന സമയത്ത് സ്പീക്കർ ഒന്ന് ഫ്രണ്ടിലോട്ട് പോയിട്ട് റിട്ടേൺ വരുന്നത്. ഹൈ ഫിഡിലിറ്റി ആംപ്ലിഫയർ സർക്യൂട്ടുകളിൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഇപ്പോൾ ഞാൻ ഈ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഹൈ ഫിഡിലിറ്റി ആംപ്ലിഫയർ ബോർഡാണ്, സ്റ്റീരിയോ ബോർഡാണ്. ഇത് ഒരു ചാനലിൻ്റെ പവർ എന്നുള്ള 100+100 ആണ്. ഇതിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് 45 വാട്ട് ഡ്യുവൽ പവർ സപ്ലൈ ആണ് ഇതിൽ കൊടുക്കേണ്ടത്. നമുക്ക് ഒരു ബ്ലൂടൂത്തിൻ്റെ ഇൻപുട്ട് മാത്രം കൊടുത്ത് ബാസ് ട്രബിളൊന്നും ഇല്ലാതെ ഡയറക്റ്റ് നമുക്ക് ആംപ്ലിഫൈ വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ അത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ബോർഡ് നമുക്ക് പവർ സപ്ലൈ എല്ലാം കൊടുത്ത് സ്പീക്കറിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ നിർമ്മിച്ച ഈ ഹൈ ഫിഡിലിറ്റി ആംപ്ലിഫയർ ബോർഡ് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഇതിൽ കൊടുക്കുന്ന സ്പീക്കർ എന്ന് പറയുന്നത്, ഞാൻ ഉപയോഗിക്കുന്ന സ്പീക്കർ എന്ന് പറയുന്നത് C10ൻ്റെ 8 ohms 40 watts ആണ്. ഇതാണ് ആ സ്പീക്കർ നമ്മൾ കൊടുത്ത് ചെക്ക് ചെയ്യാൻ പോകുന്നത്, ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ട്രാൻസ്ഫോമറാണ്. 27/27 10 ആംപിയർ ആണ്. നമ്മൾ ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ ഇതാണ്. ഞാൻ വൈൻഡ് ചെയ്തെടുത്ത ട്രാൻസ്ഫോമറാണ്. 27/27 ഇത് 5 ആംപിയർ ആണ്. ഇത് പവർ സപ്ലൈ എല്ലാം കൊടുത്ത് വെച്ചിട്ടുണ്ട്. USB കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആംപ്ലിഫയറിന് വേണ്ട പവർ കൊടുക്കണം, ഇൻപുട്ട് സിഗ്നൽ കൊടുക്കാനുള്ള കണക്ഷൻ കൊടുക്കണം, സ്പീക്കർ ഔട്ടും നമുക്കിതിൽ കണക്ട് ചെയ്യണം. അതൊക്കെ കണക്ട് ചെയ്യാം. നമ്മൾ ഒരു സ്പീക്കർ മാത്രമേ കൊടുത്ത് ചെക്ക് ചെയ്യുന്നുള്ളൂ. ഫുൾ റേഞ്ച് സ്പീക്കറിൻ്റെ വയർ ട്രാൻസ്ഫോമറിൻ്റെ പവർ പ്ലഗ് ചെയ്ത് കൊടുക്കാം. ആംപ്ലിഫയർ ഓൺ ആയിട്ടുണ്ട്. ഈ ആംപ്ലിഫയർ ബോർഡ് ഓൺ ആകുമ്പോൾ സ്പീക്കറിൽ ഒരു അനക്കവും ഉണ്ടാകുന്നില്ല. അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സ്പീക്കർ ആംപ്ലിഫയർ ഓൺ ആക്കുമ്പോൾ ഓണാക്കി ഒരനക്കമില്ല. ഓൺ ഓഫ് ആക്കി കഴിഞ്ഞാൽ മ്യൂസിക് പ്ലേ ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂട്യൂബ് സ്റ്റുഡിയോന്ന് ഫ്രീ ആയിട്ട് കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക്കാണ് തൽക്കാലം ഉപയോഗിക്കുന്നത്. പിന്നീട് നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മളെ സാധാ സോങ് നമുക്ക് പ്ലേ ചെയ്യിക്കാം. അപ്പം തൽക്കാലം മ്യൂസിക്കിൻ്റെ ക്വാളിറ്റി അറിയാൻ വേണ്ടി യൂട്യൂബിൻ്റെ ഫ്രീ ആയിട്ടുള്ള ഓഡിയോ ഫയലാണ് പ്ലേ ചെയ്യിക്കാൻ പോകുന്നത്. സോങ് പ്ലേ ചെയ്ത് നോക്കാം. ജസ്റ്റ് സെക്കൻഡുകൾ പ്ലേ ചെയ്യാൻ പറ്റൂ. ഒരുപാട് ടൈം പ്ലേ ചെയ്യുകയാണെങ്കിൽ കോപ്പിറൈറ്റ് വരും. അത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം.
ഇപ്പോൾ പുതുതായി ഡിസൈൻ ചെയ്തെടുത്ത ക്ലാസ് എ ബി ആംപ്ലിഫയർ ഹൈ ഫിഡിലിറ്റി ആംപ്ലിഫയറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരുപാട് ലെങ്തി ആയിട്ട് മ്യൂസിക് പ്ലേ ചെയ്യാൻ പറ്റാത്ത കോപ്പി റൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.